എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFന് കനത്ത പരാജയമാണ് സംഭവിച്ചത്. പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയോ എന്ന് ചോദിച്ചാൽ ഒരു മഹാൻ വളരെ വേഗം തന്നെ പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹം അക്കമിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ വന്നാൽ LDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാണ് സാധ്യത എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ അണ്ണൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. കണ്ടതിന് ശേഷം മടങ്ങി വരാം. ഓക്കെ. എന്താ നമ്മൾ തോക്കാൻ കാരണം? തോക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലെ ചില കാരണങ്ങൾ പാർട്ടി ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. സ്വയം വിമർശനം നടത്തി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരും തളിപ്പറമ്പിലും പാറി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വയം വിമർശനം നടത്തി. പിന്നെ അയ്യപ്പ സംഗമം ഷംസീർ എണ്ണം പറയുന്നത് കണ്ണൂരിലും തളിപ്പറമ്പിലും ഒക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പാളി. വേണ്ടാത്ത സ്ഥാനാർത്ഥികളെ കൊണ്ടിട്ടു, 8 നിലയിൽ പൊട്ടി. ഇതാണ് എനിക്ക് പറയാനുള്ള ഉത്തരം. അതോടൊപ്പം തന്നെ അയ്യപ്പ സംഗമം നടത്തി. അത് സർക്കാരിൻ്റെ പരിപാടിയല്ല, അത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയായിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും ഒരു സർക്കാർ പരിപാടി തന്നെ ആയിരുന്നു. പക്ഷേ ഭക്തി ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവർ അയ്യപ്പ സംഗമം നടത്തിയാൽ ഇങ്ങനെ ഇരിക്കും. അതൊരു വലിയ പരാജയമായിരുന്നു. അത് ഉള്ള ഭക്തന്മാർക്ക് അത്രയും വലിയ എതിർപ്പുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. പിന്നെ സഹാക്കന്മാർക്ക് തെറ്റുപറ്റിയതായി ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് സഹാക്കന്മാർ എപ്പോഴും തിരുത്തും. ഞങ്ങളിപ്പോൾ അത് തിരുത്തി കഴിഞ്ഞു. ഞങ്ങൾ ഫുൾ ഓക്കെ ആയി. ഇനി ഇതിനകത്ത് വേറെ തിരുത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് അണ്ണൻ പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങളത് തിരുത്തില്ല, അത് പഠിക്കുകയില്ല. പക്ഷേ പൊതുജനത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് മറ്റൊരു കക്ഷി വൻ ഭൂരിപക്ഷത്തിലൂടെ ജയിച്ചതും ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷംസീറണ്ണൻ്റെ ഈ കണ്ടെത്തലുകൾക്ക് വളരെ നന്ദി. ഇനിയും പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരിക. അപ്പോൾ അണ്ണൻ്റെ വാക്കുകൾ, അണ്ണൻ്റെ വിശ്വാസം അത് അതേപടി തന്നെ പോട്ടെ. പക്ഷേ പൊതുജനം ഇത് വിശ്വസിക്കില്ല. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.